നമസ്കാരം. പാതി വിലയ്ക്ക് വാഹനങ്ങളും മറ്റും നൽകാമെന്ന് മോഹിപ്പിച്ച കോടികൾ തട്ടിയ കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി DGP ഉത്തരവിറക്കി. 34 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. പിന്നാലെ സംസ്ഥാന വ്യാപകമായി രജിസ്റ്റർ ചെയ്ത കേസുകൾ ഏകോപിപ്പിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കും. ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണത്തിന് നേതൃത്വം നൽകും. നാഷണൽ NGOs കോൺഫെഡറേഷൻ ആജീവനാന്ത രക്ഷാധികാരിയും മുൻ ചെയർമാനുമായ ആനന്ദകുമാറിനെയും കേസിൽ പ്രതിയാക്കും. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട് പൂട്ടി മുങ്ങിയ ആനന്ദകുമാറിനെ കണ്ടെത്താനാകും അന്വേഷണ സംഘത്തിന്റെ പ്രധാന ദൗത്യം. അനന്തകൃഷ്ണൻ അകത്തായിട്ടുണ്ട്. എന്തായാലും അനന്തകൃഷ്ണൻ നൽകിയ മൊഴിയെല്ലാം ആനന്ദകുമാറിനെതിരാണ്. ഇതെല്ലാം ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ വിവിധ യൂണിറ്റുകൾ ചേർന്നാണ് അന്വേഷണം. എല്ലാ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കും. എറണാകുളത്ത് 11, ഇടുക്കിയിൽ 11, ആലപ്പുഴയിൽ 8, കോട്ടയത്ത് 3, കണ്ണൂരിൽ 1 എന്നിങ്ങനെയാണ് നിലവിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം. തട്ടിപ്പിൽ നാഷണൽ NGOs കോൺഫെഡറേഷൻ നേതാക്കളെ കൂടാതെ പ്രമുഖ നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. പരാതികളുമായി സ്റ്റേഷനിൽ എത്തുന്നവരുടെ എണ്ണം ദിവസവും കൂടുകയാണ്. ഇരുചക്ര വാഹനം, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, ഗൃഹോപകരണം എന്നിവ പാതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകി പറ്റിച്ചുവെന്നാണ് പരാതി. NGO കോൺഫെഡറേഷൻ എന്ന പേരിൽ സംസ്ഥാനത്തെ നിരവധി സർക്കാർ ഇതര സംഘടനകളുടെ കൂട്ടായ്മ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരത്തെ KN ആനന്ദകുമാർ ചെയർമാനും അറസ്റ്റിലായ അനന്തകൃഷ്ണൻ കൺവീനറുമായുള്ളതാണ് കമ്മിറ്റി. അതത് പ്രദേശത്തെ സന്നദ്ധ സംഘടനകളെയോ ചാരിറ്റബിൾ സൊസൈറ്റികളെയോ കോൺഫെഡറേഷന്റെ ഭാഗമാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. പാതിവില തട്ടിപ്പിലൂടെ കിട്ടിയ കോടികൾ ചെലവഴിച്ച് തീർന്നുവെന്ന മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ മൊഴിയും വന്നു. വാഗ്ദാനം ചെയ്ത ഉപകരണങ്ങൾ വാങ്ങാനും പലർക്കും കൊടുക്കാനുമായി പണം ചെലവിട്ടുവെന്നാണ് അനന്തു പോലീസിനോട് പറഞ്ഞത്. അക്കൗണ്ടുകളിൽ ഇനി ബാക്കിയുള്ളത് 10 ലക്ഷം രൂപ മാത്രമാണെന്നാണ് അനന്തുവിന്റെ മൊഴി. അനന്തുവിന്റെ കുറ്റസമ്മത മൊഴി ഉൾപ്പെടെ ചേർത്ത് പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കും. കസ്റ്റഡി കാലാവധി കഴിയുന്നതോടെ ഇയാളെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. പാതിവില പദ്ധതി അഷീം സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ഫൗണ്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്റേതാണെന്നും അനന്തു പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആനന്ദകുമാറിന്റെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പ്രതിമാസം അനന്തകൃഷ്ണന്റെ സംഘടനയിൽ നിന്നും ആനന്ദകുമാർ പ്രതിഫലം വാങ്ങിയതിന്റെ രേഖകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അനന്തകൃഷ്ണന്റെ കുറ്റസമ്മതത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉണ്ടെന്നാണ് സൂചന. ഇക്കാര്യം പോലീസ് പുറത്തു പറയുന്നില്ല. അതിനിടെ അനന്തകൃഷ്ണന്റെ മൊഴികൾ KN ആനന്ദകുമാർ തള്ളുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. വ്യക്തിപരമായി പണം വാങ്ങിയിട്ടില്ലെന്നും സായി ട്രസ്റ്റിന് ലഭിച്ച സംഭാവനയ്ക്ക് രസീത് നൽകിയിട്ടുണ്ടെന്നും KN ആനന്ദകുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഈ പണം അടക്കം കൃത്യമായി ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. നിയമ സംവിധാനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും സത്യം ജയിക്കുമെന്നും ആനന്ദകുമാർ കൂട്ടിച്ചേർത്തു. നിലവിൽ ആനന്ദകുമാർ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. അനന്തു നൽകിയ മൊഴിയിലെ ആധികാരികത പരിശോധിക്കാൻ ഇയാളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യും. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അനന്തു പറഞ്ഞെങ്കിലും നേതാക്കളുടെ പേര് വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. അനന്തുവിന്റെ പണമിടപാട് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നും ബാങ്കുകളോട് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മൂവാറ്റുപുഴ പോലീസ് അറിയിച്ചു. 5 ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അനന്തുവിനെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച തെളിവ് ശേഖരണം നടത്തിയിരുന്നു. ഇയാളുടെ എറണാകുളത്തുള്ള ഫ്ളാറ്റും ഓഫീസുകളും സീൽ ചെയ്ത പോലീസ് വിശദ പരിശോധനയ്ക്കായി സെർച്ച് വാറന്റിനായി കോടതിയെ സമീപിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ് പാതിവില കള്ളക്കേസ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ടെന്നാണ് അനന്തുവിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാവുന്നത്. പല പ്രമുഖരും ഇവരുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന് അടക്കമുള്ള വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവരും.